സുഹൃത്തുക്കൾ എന്താ ചെയ്യേണ്ട ഒരു വീഡിയോ നമ്മുടെ പുതിയ NH-66 വർക്കുകൾ പല സ്ഥലത്തും തുടങ്ങിയിട്ടുണ്ട്. ചിലയിടത്ത് കുറേയൊക്കെ തീർന്നു. ഏതായാലും പൻവേൽ മുതൽ തുടങ്ങി 1642 കിലോമീറ്ററോളം സഞ്ചരിച്ച് കന്യാകുമാരിയിൽ അവസാനിക്കുന്നതാണ് നമ്മുടെ ഈ പുതിയ NH-66 റോഡ്. ഇത് മഹാരാഷ്ട്രയിൽ തുടങ്ങി ഗോവയിൽ കയറി, കർണാടകയിൽ കയറി, കേരളത്തിൽ കയറി, അങ്ങനെ 5ാമത്തെ സംസ്ഥാനമായ തമിഴ്നാട്ടിലാണ് ഈ റോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അതിലെ 640 കിലോമീറ്റർ ഏറ്റവും കൂടുതൽ പോകുന്ന സംസ്ഥാനം കേരളമാണ്. കാസർഗോഡ് തുടങ്ങുന്ന കേരളത്തിലെ ഈ ഫേസ് കണ്ണൂർ, മലപ്പുറം, അതിനിടയിൽ കോഴിക്കോട് കുറച്ച് ഏരിയ കയറുന്നുണ്ട്, തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം, അങ്ങനെ 9 ജില്ലകൾ വഴിയാണ് ഇത് കന്യാകുമാരിയിലെത്തുന്നത്. അപ്പോൾ ഇപ്പോൾ പൊന്നാനിയിൽ നിന്ന് കോഴിക്കോട് വഴി പോകുന്ന ഒരു യാത്രയാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡിൽ 3 ട്രാക്ക്, അങ്ങനെ 2 സൈഡിലും കൂടി 6 വരികൾ. അതാണ് അവരുടെ വിഭാവനം ചെയ്തിരിക്കുന്ന നിലവിലത്തെ NH-66. ഈ വഴിയിൽ പോയ ആൾക്കാർക്കറിയാം, ഇടുങ്ങിയ വഴികൾ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ ഇത് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ കാസർഗോഡ് തുടങ്ങി കന്യാകുമാരിയിലോട്ട് എത്തുന്നതിന് മുമ്പ് തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന കേരളത്തിലെ ഫേസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 8 മണിക്കൂർ കൊണ്ട് നമുക്ക് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്താൻ പറ്റും. 8 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തി നമ്മുടെ ഭക്ഷണങ്ങൾ, ഊണോ ചായയെല്ലാം കഴിച്ച് ഉൾപ്പെടെയുള്ള സമയമാണ്. ഇപ്പോൾ നമുക്കറിയാം, കാസർഗോഡ് നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ എറണാകുളത്ത് എത്താൻ വേണ്ടി ഏകദേശം 110 കിലോമീറ്ററാണ് കണ്ണൂർക്ക്, അവിടെ നിന്നൊരു 90 കിലോമീറ്റർ കോഴിക്കോട്, അവിടെ നിന്നൊരു 180 എറണാകുളം. അപ്പോൾ 386 കിലോമീറ്റർ ഉണ്ട്. പിന്നെ അവിടെ നിന്നുള്ള 240 കിലോമീറ്റർ തിരുവനന്തപുരത്തോട്ടും. അതിൽ മലബാർ ഏരിയയിലെ മലപ്പുറം ജില്ലയിൽ കൂടി പോകുന്ന ഒരു ഫേസാണിത്. രാത്രിയാണ്, സമയം ഒരു 12 മണി കഴിഞ്ഞു. KSRTC ബസ്സിലുള്ള ഒരു യാത്രയാണ്. ആ യാത്രയിൽ ഡ്രൈവറിൻ്റെ അനുവാദത്തോടെ, ഡ്രൈവറും പുതിയ ആളായിരുന്നു, ആ വഴി പോയി ശീലമില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി സഞ്ചരിച്ചപ്പോൾ അദ്ദേഹത്തിന് കർമ്മമായ വണ്ടി ഓടിക്കലും ഞാൻ എൻ്റെ വിനോദം അതിൽ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി വീഡിയോ കൂടി എടുത്ത് പോസ്റ്റ് ചെയ്യാണ്. ചെയ്ത റോഡുകളെല്ലാം ഒരുപാട് മാറി. മാത്രമല്ല, വഴിവിളക്കുകൾ വഴി വന്നു കഴിഞ്ഞു. എക്സിറ്റുകൾ മാർക്ക് ചെയ്യുന്നുണ്ട്, വണ്ടിക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങൾ സെപ്പറേറ്റ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നും നമ്മുടെ നാട് തന്നെയാണോ എന്ന് തോന്നും. കേരളം ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ടോളും എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്തേക്കുന്നത് കേരളത്തിൻ്റെ ആയിട്ടുള്ള ഒരു മോഡലിലാണ്. റോഡ് വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ മുഖച്ഛായ മാറും. നിങ്ങളും ഒന്ന് സഞ്ചരിച്ച് നോക്കുക. താങ്ക് യു. ബൈ.